കർത്താവ് അടുത്ത് വന്ന് നിൽക്കുന്നു. കർത്താവ് ഇങ്ങനെ തോളേല് പിടിച്ചിട്ടുണ്ട്, കർത്താവ് പൊതിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. കർത്താവിന് എന്നോട് നല്ല സ്നേഹമുണ്ട്. അത് ഉള്ളിൽ കാണണം, അത് വിശ്വാസത്തിൽ കാണണം. ഈശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും സംഭവിച്ചു എന്ന് വിശ്വസിച്ചോണം. കാരണം അത് അന്തരീക്ഷത്തിൽ നമ്മൾ നടത്തിയ ഒരു മുഷ്ടിപ്രയോഗമല്ല, അതൊരു സത്യത്തെ അടിസ്ഥാനമാക്കി ആധാരമാക്കി നമ്മൾ പ്രാർത്ഥിച്ചതാണ്. മനക്കണ്ണിലും അകക്കണ്ണിലും കണ്ടു ശീലിക്കണം ആദ്യം. പിന്നെ അങ്ങനെ കണ്ടവനെ വെളിയിൽ കാണാൻ പറ്റും. അങ്ങനെ കണ്ടവൻ വെളിയിൽ പ്രത്യക്ഷപ്പെടും. കൺമുമ്പിൽ അവൻ വരും, അവനെ കാണാൻ പറ്റും. അതായത് നമുക്ക് എപ്പോഴും ഒരു ബോധ്യം ഉണ്ടാവും, നമ്മുടെ കൂടെ ആരോ ഒരാള് എപ്പോഴും ഉണ്ട്. പിന്നെന്തെന്നറിയാം, പിന്നെ ദാവീദ് പാടുന്നത് പോലെ, ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എന്റെ ഹൃദയം ഭയമറിയുകയില്ല. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എന്റെ ഹൃദയം ഭയമറിയത്തില്ല. കാരണം എന്താ പറയുക, നമുക്കറിയാം നമ്മുടെ കൂടെ ആരോ ഒരാള് എപ്പോഴും ഉണ്ട്. കർത്താവ് എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. അവിടുന്ന് എന്റെ വലത് ഭാഗത്തുള്ളത് ഞാൻ കുടുംബത്തിലാണ്.